ഇവിടെ മേജറായിട്ടുള്ളൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യ പഠിക്കേണ്ട എന്നുള്ളതാണ്. മിഡീവൽ ഇന്ത്യ നമുക്ക് പ്രിലിംസിനാണെങ്കിലും ഒരുപക്ഷെ ഒരു ചോദ്യമൊക്കെ ആയിരിക്കാം വരുന്നത്. പക്ഷെ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ മെയിൻസിന് വന്നപ്പോഴത്തേന് എന്താണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ സിലബസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മുമ്പ് എൻവയോൺമെന്റൽ പ്രിലിംസിന് പഠിച്ച ടോപ്പിക്കുകൾ തന്നെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇതേപോലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് വ്യത്യാസം? ഈ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവേണ്ട അദ്ദേഹത്തിന്റെ റോൾസ് എന്തൊക്കെയാണ്, സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ നമസ്കാരം. 2025 കേരള PSC നടത്താൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ഉൾപ്പെടെ സിലബസും വന്നിരിക്കുന്നു. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാൻ അല്ലെ, എന്തൊക്കെ എങ്ങനെ പഠിക്കണം എന്നതായിരിക്കാം നിങ്ങൾ നേരിടുന്ന ഒരു സംശയം. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ, പ്രിലിംസിന്റെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് വിശകലനം നടത്തിയിട്ടുണ്ട്. മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞ് കേൾക്കുന്നു. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന് ഏകദേശം സമാനമായ പേപ്പറാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് അഡീഷണൽ ആയിട്ട് വന്നത് എവിടുന്ന് അറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അപ്പൊ ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇന്നത്തെ സെഷനിലൂടെ തീർച്ചയായിട്ടും നമ്മൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, മെയിൻസിന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിക്കണം എന്നതാണ് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. മെയിൻസ് സിലബസ് കമ്പാരിസൺ, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കമ്പാരിസൺ, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് പേപ്പർ 2 അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ, മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിലബസിന്റെ കമ്പാരിസണിലേക്ക് വരുമ്പോൾ നമ്മൾ കോമൺ പ്രിലിംസിന്റെ സിലബസ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് കോമൺ പ്രിലിംസിന്റെ സിലബസ് ആണ്. ഇത് നമ്മുടെ മെയിൻസിന്റെ സിലബസ്, പേപ്പർ 1 സിലബസ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും വളരെ ചെറിയ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം, ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിലിംസിന് ഹിസ്റ്ററിയുടെ അകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, അതിനകത്ത് മിഡീവൽ ഹിസ്റ്ററി വരുന്നുണ്ട്, മോഡേൺ ഹിസ്റ്ററി വരുന്നുണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്, കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. മെയിൻസിന്റെ സിലബസിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രിലിംസിന്റെ സിലബസിൽ നിന്നും ചെറിയ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാമല്ലോ, മിഡീവൽ ഇന്ത്യ. ഇതെന്താണ്? പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. മെയിൻസിന്റെ സിലബസിൽ മിഡീവൽ ഇൻ ഇന്ത്യ ഇല്ല. അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്, അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, നമ്മുടെ ആ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമുക്ക് പ്രിലിംസിന് പഠിക്കാനുണ്ട്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എക്സ്ക്ലൂസീവ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മെയിൻസിന് വന്നപ്പോൾ അത് എന്ത് ചെയ്തു? PSC എടുത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നീട് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ റെവല്യൂഷണറീസിന്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രിലിംസിന് പഠിക്കാനുണ്ട്. പക്ഷേ മെയിൻസിന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ ടോപ്പിക്കും സിലബസിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951, 1951 ശേഷമുള്ള നമ്മുടെ ഹിസ്റ്ററി, രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം, അത് നമുക്ക് ഇന്ത്യയുടെ ചരിത്രം എന്താണ് ഇതിൽ പ്രിലിംസിന്, കോമൺ പ്രിലിംസിന്റെ സിലബസിലുണ്ട്. എന്നാൽ മെയിൻസിലേക്ക് വന്നപ്പോൾ അതും കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ട് സിലബസിൽ കോമൺ പ്രിലിംസിന്റെ സിലബസിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് മെയിൻസിന്റെ സിലബസിലേക്ക് വന്നപ്പോൾ, പേപ്പർ 1 സിലബസിലേക്ക് വന്നപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമല്ല, എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ മേജറായിട്ടുള്ളൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യ പഠിക്കേണ്ട എന്നുള്ളതാണ്. മിഡീവൽ ഇന്ത്യ നമുക്ക് പ്രിലിംസിനാണെങ്കിലും ഒരുപക്ഷെ ഒരു ചോദ്യമൊക്കെ ആയിരിക്കാം വരുന്നത്. പക്ഷെ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ മെയിൻസിന് വന്നപ്പോഴത്തേന് എന്താണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ സിലബസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചേഞ്ചസ് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ എന്താണ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മാറ്റേണ്ട കാര്യമില്ല. സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ചില ടോപ്പിക്കുകൾ എടുത്ത് കളഞ്ഞിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ, എക്കണോമിക്സ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അത്യാവശ്യം ഡെപ്തിൽ നോളജ് വേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ്, സ്റ്റാറ്റിക് സബ്ജക്റ്റ് ആണ്. അപ്പോൾ എക്കണോമിക്സിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് കോമൺ പ്രിലിംസിന്റെ സിലബസ് ആണ്, ഇത് നമ്മുടെ മെയിൻസിന്റെ പേപ്പർ 1 സിലബസ് ആണ്. ഇവിടെ നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈവൻ ദോ ഈ പറയുന്ന ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിലും ചോദ്യങ്ങൾ വരാറുണ്ട്, എന്നിരുന്നാലും മെയിൻസിന്റെ സിലബസിൽ PSC ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പൊ നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ടോപ്പിക്കുകൾ തമ്മിൽ നോക്കുമ്പോൾ
5-year പ്ലാൻസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഇതൊക്കെ നമ്മുടെ പ്രിലിംസിന്റെയും എന്താണ് സിലബസിൽ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഗ്രികൾച്ചർ, നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ റെവല്യൂഷൻസ്, മിനറൽസ്, ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ എന്താണ് ജോഗ്രഫി എന്ന് പറഞ്ഞ പോർഷൻ്റെ അകത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST ഇൻ ഇന്ത്യ, നാഷണൽ സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് മെയിൻസിന്റെ സിലബസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങളിൽ കാര്യമായിട്ട് പുസ്തകത്തിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമാണ്. പക്ഷെ സിലബസിൽ PSC എന്താണ് മെയിൻസിന് വന്നപ്പോൾ ഇത്തരത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. എല്ലാവരും വിചാരിക്കും പൊതുവെ പറഞ്ഞു കേട്ടതുകൊണ്ട് സിലബസ് സെയിം ആണെന്ന്. പക്ഷേ ഇത്തരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ PSC സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരണം. ഇനി അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജി. ഏറെ ബുദ്ധിമുട്ട് ഉദ്യോഗാർത്ഥികൾ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിന്റെ സിലബസ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഭാഗം സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിൽ ബേസിക് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ എവരിഡേ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ സ്പേസും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിക്കൽ കാര്യങ്ങൾ, എനർജി എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് റിന്യൂവബിൾ റിസോഴ്സസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്രയും നമുക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യത്തെ ഭാഗമായിട്ട് കാണാം. ഞാൻ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തത് എന്താണെന്ന് ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മെയിൻസിന്റെ സിലബസിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം മെയിൻസിന് വന്നപ്പോൾ എന്ത് പറ്റി, സയൻസ്, ബേസിക് സയൻസിനോടൊപ്പം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കടന്നു വന്നു. ഇത് മൂന്നിനെയും ചേർത്തുകൊണ്ട് നമുക്ക് സയൻസ് എന്ന രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് മെയിൻസിന്റെ സിലബസിലേക്ക് വന്നപ്പോൾ പേപ്പർ 1-ൽ 7 മാർക്ക് ബേസിക് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്, കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് 7 മാർക്ക്, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് 7 മാർക്ക്, അങ്ങനെ 21 മാർക്ക് നമുക്ക് എവിടുന്ന് വരുന്നുണ്ട്, മെയിൻസിന് ഈ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻസിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്? ഇതിൽ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഹ്യൂമൻ ബോഡി, ഈ ഡിഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്താണ് എക്സ്ക്ലൂസീവ്ലി മെയിൻസിന്റെ സിലബസിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള പ്രിവെന്റീവ് റെമഡിയൽ മെഷേഴ്സ്, കേരളത്തിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, അത് നമുക്ക് കേരള മോഡൽ ഡെവലപ്മെന്റ് അത് തീർച്ചയായിട്ടും അവിടെയും ഓവർലാപ്പിംഗ് വരുന്നൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് മെയിൻസിന്റെ ഈ പേപ്പറിലും നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കേരളത്തിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്, എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പോർഷൻ നമുക്ക് ഇവിടെ എന്താണ് മെയിൻസിന് റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എൻവയോൺമെന്റ് പേപ്പർ 2-ൽ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ അതും എന്തിൽ വരുന്നുണ്ട്, നമ്മുടെ ബേസിക് സയൻസിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പേപ്പർ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള പല പോർഷൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് 2 തവണ പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പം ആറ്റം, എലമെന്റ്സ്, മെറ്റൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫിസിക്സിലേക്ക് വരുമ്പോൾ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, അത്യാവശ്യം എന്താണ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ +1 +2 തലത്തിൽ പഠിക്കുന്ന നിരവധി കാര്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി എന്ന സബ്ജക്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫിസിക്സിന്റെ അകത്ത് അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയുടെ ISROയുടെ സ്പേസ് മിഷൻസ് ഫിസിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിലിംസിന് സിലബസിൽ കണ്ടതാണ്. പ്രിലിംസിന്റെ സിലബസിൽ നമ്മൾ എവിടെയാണ് കണ്ടത്? ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അകത്ത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ സ്പേസും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രിലിംസിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻസിനും ഉണ്ട്. പക്ഷേ അത് എവിടെ ഉൾപ്പെടുത്തി? ഫിസിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന സയൻസിന്റെ അകത്ത് ഇപ്പൊ 2 വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റ് മെയിൻസിന് വന്നു, എന്നാൽ പ്രിലിംസിന് ഈ സബ്ജക്റ്റുകൾ എക്സ്ക്ലൂസീവ്ലി ഇല്ല. പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസം വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രിലിംസിന്റെ സിലബസിൽ സയൻസിന്റെ 2ാമത്തെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സയൻസ് ആണ്. കോമൺ പ്രിലിംസിന്റെ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻവയോൺമെന്റൽ സയൻസ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്നത് ഒരു 7ാമത്തെ മൊഡ്യൂളായിട്ട് എക്സ്ക്ലൂസീവ്ലി PSC നൽകിയിരിക്കുകയാണ്. പേപ്പർ 2-ലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
പല കാര്യങ്ങളും നമ്മൾ മുമ്പ് എൻവയോൺമെന്റൽ പ്രിലിംസിന് പഠിച്ച ടോപ്പിക്കുകൾ തന്നെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇന്റർനാഷണൽ നാഷണൽ ഓർഗനൈസേഷൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതാണ്. അഡീഷണൽ ആയിട്ട് ഇത്തരത്തിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് കുറെ കണ്ടാമിനൻസ്, പിന്നെ ഈ പറയുന്ന പോലെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, വൈൽഡ് ലൈഫ് സാഞ്ചുറി, നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ്ലി കേരളത്തിലെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സിലബസിൽ. പിന്നെ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ഗ്രീൻ ഓഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൽ മെയിൻസിൽ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിലിംസിലും ഇതിലെ കുറെ പോർഷൻസ് ഉണ്ടായിരുന്നു, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അഡീഷണൽ ആയിട്ട് ചില ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന നമ്മുടെ പ്രിലിംസിന്റെ, കോമൺ പ്രിലിംസിന്റെ ജോഗ്രഫിയിൽ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ റിവേഴ്സും വൈൽഡ് ലൈഫ് അഗ്രികൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ. അതും കൂടെ ഏത് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ പേപ്പർ 2 എൻവയോൺമെന്റിൽ മെയിൻസിന്റെ പേപ്പർ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റിവേഴ്സ് ഓഫ് കേരള. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്? കോമൺ പ്രിലിംസിന് പഠിക്കുന്നതാണ്. അഗ്രികൾച്ചറും ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ കേരളമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മെയിൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പേപ്പർ 1 ചില വ്യത്യാസങ്ങൾ നമുക്ക് സിലബസിൽ കാണാം. എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ നമ്മൾ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ പ്രിലിംസിന് കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എത്തുമ്പോൾ നമുക്ക് കോമൺ പ്രിലിംസിന് 5 മാർക്കാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ളത്, അല്ലെ? അവിടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ പഠിക്കാനുള്ളത്. എന്നാൽ മെയിൻസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? മെയിൻസിലേക്ക് എത്തുമ്പോൾ 6 മാർക്ക് നമുക്ക് കമ്പ്യൂട്ടറിനുണ്ട്. അതായത് 1 മാർക്ക് കൂടി, എന്നാൽ ഒരു ടോപ്പിക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സിലബസിൽ. നമുക്ക് പ്രിലിംസിന് പഠിക്കാനുള്ള സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഏതിലില്ല? നമ്മുടെ മെയിൻസിൽ പേപ്പർ 1 കമ്പ്യൂട്ടർ വരുന്നത്. അതിൽ നമുക്ക് ഈ ഒരു സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തുക, പ്രിലിംസിന് പഠിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ മെയിൻസിൻ്റെയും കൂടെ ടോപ്പിക്കുകൾ കവർ ആകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ പറയുന്ന അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് വിശകലനം നടത്താം. ഓക്കെ, ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ചില സബ്ജക്റ്റുകൾ കണ്ടു. അടുത്തൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് പ്രിലിംസിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മെയിൻസിന് വന്നപ്പോഴത്തേന് എന്താണ്? പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിലിംസിന് നമുക്ക് പഠിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, പഞ്ചായത്ത് രാജ്, എമർജൻസി പോലുള്ള ടോപ്പിക്കുകളുണ്ട്. അതുകൂടാതെ സിവിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് കോമൺ പ്രിലിംസിനുണ്ട്, അല്ലെ? അതിൽ നമുക്ക് ഇ ഗവേണൻസ് ഉണ്ട്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചറെ പറ്റിയും അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്തുകൊണ്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കോമൺ പ്രിലിംസിന്. ഇനി ഇതിൽ നിന്നും എന്തൊക്കെ ടോപ്പിക്കുകൾ? ഇ ഗവേണൻസ് നമുക്ക് ഒരു ലാസ്റ്റ് മൊഡ്യൂൾ, 9ാമത്തെ മൊഡ്യൂളായിട്ട് എക്സ്ക്ലൂസീവ്ലി മെയിൻസിന് പഠിക്കാനുണ്ട്. ബാക്കി നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ എത്ര പോർഷൻസ് നമുക്ക് മെയിൻസിനുണ്ടെന്ന് നോക്കാം. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അത് ശരിക്കും പൊളിറ്റി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കോമൺ പ്രിലിംസിന് പഠിച്ച പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: യൂണിയൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരുകളും ഉണ്ടല്ലോ. ഈ 2 തലത്തിലുമുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി നമുക്ക് അങ്ങനെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ജുഡീഷ്യറി. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച ലക്ഷ്മികാന്തിൽ തന്നെ നമുക്ക് ഈ അഡീഷണൽ ടോപ്പിക്കുകളെല്ലാം എന്താണ് ലഭ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് മെയിൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കുറെയൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിക്കുമ്പോഴത്തേന് കവർ ആവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ നിങ്ങൾ നോക്കേണ്ടത് സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ട് പല രീതിയിലുള്ള റിലേഷൻ ഉണ്ട്. അതിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതും ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിലിംസിൽ എന്താണ് പഠിക്കുന്നത്, നമ്മുടെ പൊളിറ്റി പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെ ലോക്കൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം LSGSന്റെ മെയിൻസിന് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി അതിന് പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒക്കെ നമ്മൾ ഒരുവിധം അവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ലാത്തവരാണെങ്കിലും നമുക്ക് ഇവിടെ എന്താണ് പിന്നെ വന്നിരിക്കുന്ന ടോപ്പിക്ക് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ,
നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റി പ്രിലിംസിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തും വരും, ഇലക്ഷൻ കമ്മീഷനും വരും. പിന്നെ അതുകൂടാതെ ഇലക്ട്രൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അതിന്റെ ലിമിറ്റേഷൻസ്, അതൊക്കെ നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ എന്താണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇത് പലതും നമ്മൾ പ്രിലിംസിൽ നമ്മുടെ പഠനത്തോടൊപ്പം എന്താണ് ഇത് എഴുകി ചേർന്ന് ആ പഠനത്തോടൊപ്പം തന്നെ കവർ ആകുന്ന ടോപ്പിക്കുകളും കൂടെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇ ഗവേണൻസിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇ ഗവേണൻസ് നമുക്ക് സിവിക്സിന്റെ ഭാഗമായിട്ട് കോമൺ പ്രിലിംസിൽ ജസ്റ്റ് ഒരു വാക്കേ കാണാനായിട്ട് സാധിക്കൂ. പക്ഷെ മെയിൻസിൽ എന്താണ് 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളായിട്ടാണ് ഇ ഗവേണൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വേരിയസ് ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സും ഇ ഗവേണൻസിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓഡ് വണ്ണായിട്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് ഏതാണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ടോപ്പിക്ക് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? LSGSന്റെ മെയിൻസിന്റെ പേപ്പറിൽ ഉണ്ടായിരുന്ന ഇ ഗവേണൻസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്ക് തന്നെയാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം, ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ പറ്റി നമുക്ക് മാനേജ് ചെയ്യാം, എങ്ങനെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറിറ്റിക്കൽ കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അതുകൂടാതെ IT ആക്ട് 2000 ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയുമാണ് ഇ ഗവേണൻസ്. 10 മാർക്കാണ് മെയിൻസിന് ഇ ഗവേണൻസിൽ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പ്രിലിംസിൽ നിന്നും മെയിൻസിലേക്ക് വന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ? നമുക്ക് കുറെ കാര്യങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 80% കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശമൊക്കെ നമ്മൾ പ്രിലിംസിന്റെ ടോപ്പിക്കിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ടോപ്പിക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, കേരള മോഡൽ, ഇതൊക്കെയാണ് മെയിൻസിന് എക്സ്ക്ലൂസീവായിട്ട് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഏറെക്കുറെയൊക്കെ നമ്മൾ പ്രിലിംസിന് പഠിച്ചു പോകുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എക്സ്ക്ലൂസീവായിട്ട് മെയിൻസിന് വന്നിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, എക്സ്ക്ലൂസീവായിട്ട് മെയിൻസിന്റെ പേപ്പർ 2 വന്നിട്ടുള്ള, ഇതിന് മുൻപ് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നമുക്ക് എന്താണ് ഏറെക്കുറെ പ്രിലിംസും മെയിൻസും തമ്മിൽ സമാനതകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിലാദ്യത്തെ മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നമ്മൾ സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഉള്ള തസ്തികയിലേക്കാണ് പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവായിട്ട് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നാണ് PSC ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഇത് പേപ്പർ 2 വരുന്നതും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, ആദ്യം എന്താണ് ഭരണനിർവഹണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്. അപ്പൊ ഇനി അഡ്മിനിസ്റ്റർ ചെയ്യാൻ എന്ത് വേണം? ഓർഗനൈസേഷൻ വേണം. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ, പബ്ലിക്, പ്രൈവറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻസ് നമ്മൾ പിന്നെ ഉണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇനി അഡ്മിനിസ്ട്രേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തണം, അത് തിയറീസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലാസിക്കൽ തിയറി, ബിഹേവിയറൽ തിയറി പോലുള്ളത്. ഇനി ആധുനിക അപ്രോച്ചുകളുണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൂടാതെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇത് ശരിക്കും UPSCക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോഗ്യകരമായ അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നതിനെ പറ്റി അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം അതുപോലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലീഡർഷിപ്പ് അല്ലെ, ഈ പറയുന്ന നമ്മൾ ഓരോ ആൾക്കാരും ഒരു ലീഡറിനെ പോലെ തന്നെയാണ് ആക്ട് ചെയ്യേണ്ടത്. അപ്പം അത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വേണം ഗവൺമെന്റ് പ്രോസസ്സും ഫംഗ്ഷൻസും ഒക്കെ നടക്കാൻ. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ തിയറി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ശരിക്കും ഈ കാര്യങ്ങൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന സുതാര്യതയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ICT അല്ലെങ്കിൽ ടെക്നോളജി ഗവേണൻസിൽ എത്രത്തോളം ആവശ്യമാണ്, ഇതൊക്കെ നമ്മൾ ശരിക്കും ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതും എന്താണ് ഓവർലാപ്പിംഗ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ടോപ്പിക്കുകളും നമ്മൾ മറ്റു ടോപ്പിക്കുകളുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ പഠിക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റെഫർ ചെയ്യാൻ നിരവധി പുസ്തകങ്ങളുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഇഗ്നോയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ MA ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിലെ നോട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെയൊക്കെ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സെക്കൻഡ് ഇയറിലെ ഇഗ്നോയുടെ മെറ്റീരിയലിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും ഉണ്ട്. പിന്നെ നമ്മുടെ
ഈ പറയുന്ന ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് കൂടാതെ നിരവധി മെറ്റീരിയലുകൾ വേറെയും ലഭ്യമാണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ MBAയുടെ ഒരു പേപ്പറാണ്. നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇത് മുൻപ് പറഞ്ഞ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റുമായിട്ട് എന്തുണ്ട്, ബന്ധമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റുമായിട്ട് അതിൻ്റെ അകത്ത് ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെന്റ്, ഇത് നമ്മൾ മുൻപ് കണ്ട ടോപ്പിക്കുമായിട്ട് ഏകദേശമൊക്കെ കണക്ഷൻ ഉള്ളതാണ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫങ്ഷൻസ്. അപ്പം ഈ രണ്ട് മൊഡ്യൂളും തമ്മിലും എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്തർധാര ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് വ്യത്യാസം, ഈ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവേണ്ട അദ്ദേഹത്തിന്റെ റോൾസ് എന്തൊക്കെയാണ്, സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ +2 NCERT കൊമേഴ്സിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ആ NCERT തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് കൂടാതെ എഗെയിൻ നമുക്ക് മറ്റു മെറ്റീരിയൽസ്, ഇഗ്നോയുടെ മാനേജ്മെന്റിന്റെ മെറ്റീരിയലിലൊക്കെ തന്നെ ഈ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ഡിഫറെന്റ് അപ്രോച്ചസ്, കണ്ടംപററി അപ്രോച്ച് അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അപ്രോച്ച്, ഇങ്ങനെ വിവിധമായിട്ടുള്ള അപ്രോച്ചുകൾ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടും, പിന്നെ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ഫോർ മാനേജേഴ്സ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ, നമ്മളൊന്നും ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് മെയിൻസ് സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. നമ്മൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ LSGSന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻസിന് വന്ന ടോപ്പിക്കുകൾ അർബൻ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റൂറൽ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടും, നമ്മുടെ ഇവിടെ കണ്ടതുപോലെ തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയേ, നമ്മുടെ മെയിൻസിന് വരുമ്പോൾ കുറെ കൂടെ അനലിറ്റിക്കലായിട്ടാണ് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിയപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഹാപ്പി ആയിരുന്നു അല്ലെ. മാക്സിമം നമുക്കൊരു എല്ലാവർക്കും ഒരേപോലെ ചോദ്യങ്ങൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് എന്താണ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ 1.5 മണിക്കൂറിനുള്ളിൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ചലഞ്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ എത്രത്തോളം MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം വലിയ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ സമയത്തിനുള്ളിൽ എന്നതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചലഞ്ചായിട്ട് വരാൻ സാധ്യത. അപ്പൊ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും PhD എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെപ്തിലേക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. അപ്പം ആ പരീക്ഷയുടെ ഡിമാൻഡ് അനുസരിച്ച് എസ്പെഷ്യലി ആദ്യമായിട്ടാണ് PSC സെക്രട്ടറി ടെസ്റ്റിന് ഇത്തരത്തിലൊരു സിലബസിൽ മെയിൻസ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ പ്ലേസ്ഡ് ആണ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ ആരാണ് ആ ഒരു എഫേർട്ട് എടുത്ത് അഡീഷണൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് എന്നതിലാണ് കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 80% മെയിൻസിന്റെ ടോപ്പിക്കുകളും കൂടെ കവർ ആവുന്നുണ്ട്. ഏകദേശം ഒരു 40 മാർക്കിനൊക്കെ വരുന്ന അല്ലെങ്കിൽ 60 മാർക്കിനൊക്കെ വരുന്നതാണ് ഏറ്റവും പുതിയ ടോപ്പിക്കുകൾ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേരള മോഡലുമായിട്ട് ബന്ധപ്പെട്ട്, ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഏകദേശം ഒരു 10-60 മാർക്കിന്റെ ഒക്കെയാണ് നമുക്ക് എന്ത് പറയുന്നത് എൻറ്റയർലി പുതുതായിട്ട് വരുന്ന ടോപ്പിക്. ബാക്കിയൊക്കെ ഏറെക്കുറെ നമ്മൾ എന്താണ് പ്രിലിംസിന് കണ്ട ടോപ്പിക്കുകൾ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെന്റ്. ഇത് നമ്മുടെ KSന്റെ സിലബസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും കേരള PSC നടന്ന പരീക്ഷയാണ്. അപ്പൊ കേരളമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള സാമ്പത്തിക വികസന രീതി എന്താണ്, നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് പോലുള്ള സെക്ടേഴ്സിൽ അല്ലെ കേരളം ഏകദേശം വികസിത രാജ്യങ്ങളോട് കമ്പയർ ചെയ്യുന്ന രീതിയിൽ, കിടപിടിക്കുന്ന രീതിയിൽ മുൻപിൽ നിൽക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ചില ബോട്ടിൽ നെക്സ് ഉണ്ട്, നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം നമ്മുടെ പിന്നെ സെക്സ് റേഷ്യോ കൂടുതലാണെങ്കിൽ പോലും വിമൺ എല്ലാവരും ഇതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില കോൺട്രഡിക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിറ്ററസി റേറ്റ് ഹൈ ആണെങ്കിലും ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നു. റെമിറ്റൻസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഒരുപാട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളത്തിന്റെ ആ ഒരു മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, നമുക്ക് ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് റെമിറ്റൻസിലൂടെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് സെക്കൻഡറി സെക്ടർ ഇല്ല, പക്ഷെ കൂടുതലും ടെർഷ്യറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ
സാമ്പത്തികമായിട്ട് നമ്മുടെ GDP പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കേരളത്തിൻ്റെതായ ഈ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഈ കേരള എക്കണോമിയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നതാണെങ്കിൽ സ്റ്റേറ്റ് GDP ആയിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട്, ഹെൽത്ത് അല്ലെങ്കിൽ കെയർ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട്, ടൂറിസം, മൈഗ്രേഷൻ, ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, പിന്നെ നമ്മുടെ എന്താണ് ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് പോലുള്ള ഇഷ്യൂസ്, പോവർട്ടി പോലുള്ള ഇഷ്യൂസ്, ഗവൺമെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും, അത് കൂടാതെ തന്നെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ എക്കണോമിക് റിവ്യൂ ഉണ്ട് 2023. അപ്പൊ അത് പിന്നെ അത് കൂടാതെ തന്നെ തീർച്ചയായിട്ടും 2025 ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരും, പുതിയ ബഡ്ജറ്റ് വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ഇപ്പം ചൂരൽമലയിലൊക്കെ ഒരു ദുരന്തം ഉണ്ടായി. അപ്പൊ ഇത്തരത്തിൽ കേരളം ഏകദേശം നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ ടൈപ്പ് ദുരന്തങ്ങളുണ്ട്, ഇത് മറികടക്കാനായിട്ട് എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളതും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിന് റെലവൻസ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്താണ് എഗെയിൻ പേപ്പർ 2 വരുന്ന ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം, എന്തൊക്കെ ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ആന്ത്രോപോജനിക് മനുഷ്യ കാരണം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. ആ സൈക്കിളിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനും അത് ഈ പറഞ്ഞ പ്രിപ്പയർ ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കിളിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. എങ്ങനെ ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്യാം. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പയർഡ്നെസ്സും മിറ്റിഗേഷനും റെസ്പോൺസും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട് 2005 വന്നിട്ടുള്ളൂ. അത് പ്രകാരം സംസ്ഥാനങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സംസ്ഥാനത്തും അതോറിറ്റി ഉണ്ട്, അത്തരത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ആക്ട് പ്രകാരം വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുമ്പം ഏകദേശം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 10 മാർക്കിനാണ് മെയിൻസിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മാർക്സ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നോക്കിയേ നമ്മൾ ഏകദേശം ഒക്കെ സബ്ജക്റ്റുകൾ സെയിം ആണെന്ന് പറഞ്ഞു അല്ലെ, പ്രിലിംസിനും മെയിൻസിനും പേപ്പർ 1 വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതില് നമ്മൾ പ്രിലിംസിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി, നമുക്ക് ഇത്രയും GK എന്ന് പറയുന്ന പാർട്ട് 1 കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് പറയാവുന്ന എന്താണ്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം ഏകദേശം 50 മാർക്കിന്. അപ്പോൾ 50% ഈ പറയുന്ന 3 ടോപ്പിക്കുകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാറുണ്ട് പ്രിലിംസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവാണ് ഈ പാർട്ട് ബിയിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 50 മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ മെയിൻസിലേക്ക് വന്നപ്പോൾ നിങ്ങൾ നോക്കിയേ, LSGSന്റെ പേപ്പർ 1 നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഏകദേശം 41 മാർക്ക് നമുക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പ്രിലിംസിനും മെയിൻസിനുമായിട്ട് ഈ ഒരു പഠനം കമ്പൈൻ ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന്റെ പേപ്പർ 1ലെയും പേപ്പർ 2ലെ പൊളിറ്റി പോലുള്ള ടോപ്പിക്കുകൾ ഏറെക്കുറെയൊക്കെ നമുക്ക് കവർ ആവും. പിന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന തിയറി പോർഷൻസ് തന്നെയാണ്. അപ്പൊ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയ്, ജൂൺ, ജൂലൈയിലായിട്ട് നടക്കാൻ പോകുന്ന കോമൺ പ്രിലിംസിന് വേണ്ടി ആധികാരികമായി നന്നായി തന്നെ തയ്യാറെടുക്കുക. ആ തയ്യാറെടുപ്പിൽ നമ്മുടെ ഏറെക്കുറെ മെയിൻസിന്റെ തയ്യാറെടുപ്പും കൂടെ കവർ ആകും എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി ഇപ്പം LSGSന്റെ ഒക്കെ മെയിൻസ് എഴുതി എന്തായാലും പ്രിലിംസ് ക്ലിയർ ആകും എന്ന് ഉറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അവര് ഇത്തരത്തിൽ മെയിൻസിന്റെ അഡീഷണൽ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരിക്കലും PSCയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പ്രിലിംസ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാര്യം പ്രിലിംസ് ക്ലിയർ ചെയ്താലേ നമുക്ക് മെയിൻസ് എഴുതാനായിട്ട് സാധിക്കൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രിലിംസ് നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മെയിൻസിന്റെ ടോപ്പിക്കുകൾ അവിടെ കവർ ആവും. അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ മുമ്പ് കണ്ടത് തീർച്ചയായിട്ടും എന്താണ്, ഈ പറയുന്ന 3 മാസത്തോളം നമുക്കൊരു സാവകാശം കിട്ടുന്നതിനിടയിൽ നമുക്ക് ഈ ടോപ്പിക്കുകൾ പഠിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ പറയുന്ന മെയിൻസിന്റെ പേപ്പർ 1ലേക്ക് വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ സബ്ജക്റ്റുകൾ സെയിം തന്നെയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് സയൻസിന്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്താം, എന്നിരുന്നാലും എക്സ്ക്ലൂസീവ് ആയിട്ട് മെയിൻസിന്റെ ടോപ്പിക്കിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ അഗെയിൻ മെയിൻസിന്റെ പേപ്പർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു 21 മാർക്ക്.
ഈ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പം മെയിൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് സയൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരാം. ഇപ്പം ആർട്ടും ലിറ്ററേച്ചറും കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. കമ്പ്യൂട്ടർ നമ്മൾ കണ്ടു, സിലബസ് പ്രിലിംസിന് പഠിച്ച ആ കാര്യത്തിൽ നിന്നും സൈബർ ക്രൈം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെയിം സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഏകദേശം പിന്നെന്താണ്, മാത്സ് റീസണിങ് 15 മാർക്കും ഇംഗ്ലീഷും മലയാളവും 13 അല്ലേ? അപ്പൊ ഏകദേശം ഒരു 41 മാർക്ക് അഗെയിൻ നമുക്ക് LSGSന്റെ മെയിൻസിന് പേപ്പർ 1ൽ 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം 41 മാർക്ക് നമുക്ക് ഈ 3 സബ്ജക്റ്റുകളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രിലിംസിന് ഈ ടോപ്പിക്കുകളും കൂടെ സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മെയിൻസിനും നമുക്ക് തീർച്ചയായും പേപ്പർ 1ന് അത് ഉപകാരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പേപ്പർ 2ലേക്ക് എത്തുമ്പോൾ ഇവിടാണ് നമുക്ക് കുറച്ച് അഡീഷണൽ ടോപ്പിക്കുകൾ വരുന്നത് അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഏകദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് നമുക്ക് പറയാവുന്നത്. ബാക്കിയൊക്കെ ഏകദേശം നമ്മുടെ പ്രിലിംസിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് വ്യക്തമായതായി വിചാരിക്കുന്നു. അപ്പം ഈ ടോപ്പിക്കുകൾ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൈക്രോ ടോപ്പിക്സ് യൂട്യൂബിൽ സെഷൻസ് ചെയ്യാം. അത് കൂടാതെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പം ഈ പറയുന്ന ടോപ്പിക്കുകളാണെങ്കിലും ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വ്യക്തമായിട്ട് സിലബസിനനുസരിച്ച് പഠിക്കുകയാണ് വേണ്ടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, LSGSന്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഇവിടെ വന്നപ്പോൾ കറണ്ട് അഫയേഴ്സ് PSC എടുത്ത് പറയുന്നില്ല അല്ലെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇപ്പൊ UPSCയുടെ പ്രിലിംസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ആകെ കറണ്ട് അഫയേഴ്സിന്റെ അതിനെപ്പറ്റി നമുക്ക് പറയാവുന്നത് നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഈവന്റ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിൽ പറയുന്നുള്ളൂ. പക്ഷെ ഏകദേശം 60-70% ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് UPSC പ്രിലിംസിന് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്കിപ്പോ ഈ പറയുന്ന പോലെ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് അത് കറണ്ട് അഫയേഴ്സിലുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് കരുതി കറണ്ട് അഫയേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു സിലബസ് അനാലിസിസ്. പലപ്പോഴും നിങ്ങൾ ഈ സിലബസിനെ പറ്റി പല അഭിപ്രായങ്ങൾ കേട്ട് സങ്കടത്തോടെ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചിലർ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കാം. നമ്മൾ ഇതിനെ സമചിത്തതയോടെ അനാലിസിസ് നടത്തുകയാണ് വേണ്ടുന്നത്. പ്രിലിംസും മെയിൻസും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, പ്രിലിംസ് പഠിച്ചാൽ എത്രത്തോളം മെയിൻസിന്റെ ടോപ്പിക്കുകൾ കവർ ആകും, അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പ്രിലിംസ് ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠനം കൊണ്ടുപോവുക. മെയിൻസിന്റെ ടോപ്പിക്കുകളും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളും അഡീഷണൽ ടോപ്പിക്കുകളും ഒക്കെ നമുക്ക് യൂട്യൂബിലൂടെയും മൈക്രോ ടോപ്പിക്സ് ഡിസ്കഷൻ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായും സെഷൻസ് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായതായി കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.